അടക്കി ഭരിച്ചത് മലയാള സിനിമയെ കണ്ടെത്തലുകളാണ്, വലിയ വലിയ നിരീക്ഷണങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന. ഈ റിപ്പോർട്ടിൽ പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കൂ. മലയാള സിനിമാ മേഖലയെ എന്തൊക്കെ തരത്തിലുള്ള അവിഹിതമായ കാര്യങ്ങൾ ആധിപത്യം പുലർത്തിയിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ നേർരേഖയാണ്, നേർക്കാഴ്ചയാണ് ഈ റിപ്പോർട്ടിലുള്ളത്. ഡ്രഗ്, മയക്കുമരുന്ന്, മദ്യം, ലൈംഗിക ചൂഷണം, ഈ മൂന്നും മലയാള സിനിമാ മേഖലയിൽ ആധിപത്യത്തിലായിരിക്കുന്നു. ഏതാനും കൂട്ടം ആളുകളുടെ മാത്രം നിയന്ത്രണത്തിൽ മദ്യവും മയക്കുമരുന്നും ഒഴുകുന്ന മേഖലയായി സിനിമാ വ്യവസായം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന വളരെ അപായകരമായ, ആശങ്കപ്പെടുത്തുന്ന സൂചനയാണ് ഈ റിപ്പോർട്ടിലുള്ളത്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഭൂരിഭാഗം സ്ത്രീകൾക്കും വളരെ മോശപ്പെട്ട പെരുമാറ്റം പല പ്രധാനപ്പെട്ട താരങ്ങളിൽ നിന്നുണ്ടായിരിക്കുന്നു. സ്റ്റാർസ് എന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. സ്റ്റാർസ് എന്നാൽ താരം എന്നാണ്, നടി എന്ന നിലയ്ക്കല്ല. ഒരുപാട് നടീനടന്മാർ നമ്മുടെ സിനിമാ മേഖലയിലുണ്ട്. പക്ഷേ താരങ്ങളായി എടുത്തുയർത്തപ്പെടുന്നവർ വളരെ കുറച്ച് പേര് മാത്രമാണ്. ആക്ടേഴ്സ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, സ്റ്റാർസ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട താരങ്ങൾക്ക് കൂടി ഇക്കാര്യത്തിലൊക്കെ പങ്കുണ്ട് എന്ന് വരുന്നു. ആ അർത്ഥത്തിൽ സൂപ്പർ സ്റ്റാർ, മെയിൽ സൂപ്പർ സ്റ്റാർസ്, ഡയറക്ടർ ഓർ പ്രൊഡ്യൂസർ ഓർ എനിവൺ ഇൻ സച്ച് പവർ പൊസിഷൻ ക്യാൻ ഡു എനിത്തിങ് സ്റ്റേറ്റഡ് ദ വിറ്റ്നസ്. ഒരു സ്ത്രീ വന്ന് പറഞ്ഞത് എന്താണെന്നറിയാമോ? സൂപ്പർ സ്റ്റാറുകൾ, അതേപോലെ തന്നെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഡയറക്ടർമാർ, പ്രൊഡ്യൂസർമാർ, അവർ വലിയ പവർ സെൻ്ററുകളായി മാറിയിരിക്കുന്നു. അവർക്ക് എന്തും ചെയ്യാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഈ അർത്ഥത്തിൽ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് സ്ത്രീകൾ നൽകിയിരിക്കുന്ന പരാതി. ഒരു സംശയവും വേണ്ട. ഈ കമ്മിറ്റിയുടെ മുമ്പാകെ ഹാജരായിട്ടുള്ള എല്ലാ നടിമാരും പറഞ്ഞിരിക്കുന്നത് ഒരേ കാര്യമാണ്. അവിടെ സ്ത്രീകൾ പരമാവധി ചൂഷണം ചെയ്യപ്പെടുന്നു. അങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്ന സ്ത്രീകൾക്ക് അത് പറയാൻ മടിയുണ്ടാകുന്നു, അവർക്ക് ഭയമുണ്ടാകുന്നു. കാരണം ഒരു ക്രിമിനൽ സംഘമാണ് ഇതെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന സംഘത്തിൻ്റെ ലൈംഗിക ചൂഷണത്തിനും അവരൊഴുക്കുന്ന മദ്യത്തിനും അവർ പകർന്നു കൊടുക്കുന്ന മയക്കുമരുന്നിനുമൊക്കെ ഈ മേഖല അടിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അനദർ വിറ്റ്നസ് who is well-known actor also stated before the committee that there is a system of banning actors from working in cinema. നോക്കൂ, മറ്റൊരു വിറ്റ്നസ് പറഞ്ഞിരിക്കുന്നത് ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിഭവമോ പരാതിയോ വിളിച്ചു പറഞ്ഞാൽ ആ നിമിഷം അവരെ സിനിമാ മേഖലയിൽ നിന്ന് പുറത്താക്കും. ഇറ്റ് ഈസ് നോട്ട് ഓൺ ദി ബേസ് ഓഫ് എനി ലോ ഓർ റൂൾ. ഒരു നിയമത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ല ഇവരെ പുറത്താക്കുന്നത്. ഇറ്റ് ഈസ് ഡൺ ബൈ സർട്ടൻ അസോസിയേഷൻസ് ആൻഡ് യൂണിയൻസ് ജോയിൻലി. നോക്കൂ, ഇവിടെ അസോസിയേഷനുകൾ നമുക്കറിയാമല്ലോ, മലയാള സിനിമയിൽ പല അസോസിയേഷനുകളുണ്ട്. അമ്മ ഒരു അസോസിയേഷനാണ്, ഫെഫ്ക ഒരു അസോസിയേഷനാണ്, അങ്ങനെ പലതരത്തിലുള്ള യൂണിയനുകളുണ്ട്. ഇവരെല്ലാം ഒന്നു ചേർന്ന് നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ സിനിമ ഇൻഡസ്ട്രി അഭിനേതാക്കളുമായി ഒരു കോൺട്രാക്ട് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ നിർമ്മാതാക്കളുടെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ടുള്ള കോൺട്രാക്ട്, അതിൽ നടികളുടെ എല്ലാ താല്പര്യവും അല്ലെങ്കിൽ നടികൾക്ക് എല്ലാ തരത്തിലും ഒത്തുതീർപ്പ് ചെയ്യേണ്ടി വരുന്ന ഒരു കോൺട്രാക്ട്. ഈ സഹകരിക്കുന്നവർക്ക് സഹകരണം എന്നുള്ളത് വേറെ അർത്ഥത്തിലാണ്. ക്ഷമിക്കണം, നോക്കൂ, വളരെ പ്രധാനപ്പെട്ട ഒരു വരിയുണ്ട് ഇതിനകത്ത്. ഇറ്റ് വാസ് വെരി പെയിൻഫുൾ ടു ഹിയർ സം ഇൻസിഡൻസ് നറേറ്റഡ് ബൈ വിറ്റ്നസ് ഇൻ വിച്ച് വെരി ഹൈലി പ്ലേസ്ഡ് മെൻ ഇൻ സിനിമ വെയർ. അതായത് വളരെ ഉന്നതരായ ചില വ്യക്തികൾ, സിനിമാ രംഗത്തെ വളരെ ഉന്നതരായ ചില വ്യക്തികൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെ സംബന്ധിച്ച് ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത് പറയാനോ എഴുതാനോ കഴിയാത്ത വിധം പെയിൻഫുൾ ആയിരുന്നു എന്നാണ് കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത്. അമ്മ എന്ന സംഘടനയെക്കുറിച്ചുമുണ്ട്, അമ്മ എന്ന സംഘടനയ്ക്കെതിരെയും പരാമർശമുണ്ട്. അവിടെ സ്ത്രീകളുടെ പ്രശ്നം പരിഹരിക്കാവുന്ന ഒരു കാര്യങ്ങളും അമ്മയുടെ പരാതി പരിഹാര സമിതി കേൾക്കുന്നില്ല. അത് സഹകരിക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനും നിർബന്ധിക്കുന്നു. അതായത് സ്ത്രീവിരുദ്ധമായ നടപടികൾ മലയാള സിനിമാ താരങ്ങളുടെ സംഘടന നിർബന്ധിച്ച് ചെയ്യിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അമ്മ എന്ന സംഘടനയുടെ സാംഗത്യം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട്.